നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ITA കഴിഞ്ഞവർക്കുള്ള മികച്ച ഒരു ജോലി ഓഫറാണ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി കീഴിലുള്ള CSIR-ന്റെ കീഴിലാണ് ഈ വേക്കൻസി ഉള്ളത്. ഇതിലേക്ക് ടെക്നീഷ്യന്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 43 ഒഴിവുകളാണുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതുപോലെ എലിജിബിളായ കൂട്ടുകാർക്കും കൂടെ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കും. അത് മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR-ലാണ് ഈ വേക്കൻസി. പോസ്റ്റിൻ്റെ പേര് ടെക്നീഷ്യൻ എന്നുള്ളതാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ പറയാം. അവരുടെ വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് വഴി തന്നെ വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. https:/recruitment.csir.res.in അല്ലെന്നുണ്ടെങ്കിൽ https:/www.csir.res.in ഈ രണ്ട് സൈറ്റിലും ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ്. ഈ സൈറ്റ് വഴി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. 2026 ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 17 വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ടെക്നീഷ്യൻ 1ലേക്ക് 43 ഒഴിവുകളുണ്ട്. ശമ്പളം പറഞ്ഞിട്ടുള്ള 19,900 മുതൽ 63,200 എന്ന ശരിയായിരിക്കും ശമ്പളം ലഭിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ 7ാം ശമ്പള കമ്മീഷന്റെ ലെവൽ 2 അപ്പോയിൻമെന്റ് ആണ്. ഇതിലേക്കുള്ള മാക്സിമം ഏജ് പറഞ്ഞിട്ടുള്ള 28 വയസ്സാണ്. 28 വയസ്സുള്ള ജനറൽ കാൻഡിഡേറ്റ്സ് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. OBC-കാരാണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെയും, SC/ST-കാരെ കാൻഡിഡേറ്റ് ആണെങ്കിൽ 33 വയസ്സ് വരെയും അപേക്ഷിക്കാനായിട്ട് അവസരം ലഭിക്കുമെന്ന കാര്യം മനസ്സിലാക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യോഗ്യതയാണ്. യോഗ്യത പറഞ്ഞിട്ടുള്ളത് 3 കണ്ടീഷൻസ് ഉണ്ട്. ഇതിൽ ഏതിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ. ഒന്നാമത് 10ാം ക്ലാസ് 55% മാർക്കോടെ സയൻസ് പഠിച്ച് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം ITA സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ NCVT SCVT ഏതായാലും മതി. അങ്ങനെയുള്ളവർക്ക് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി 10ാം ക്ലാസ്സിന് സയൻസ് പഠിച്ച് 55% മാർക്കും 2 വർഷത്തെ അപ്രന്റീസ് ട്രെയിനിങ്ങും ആ ബന്ധപ്പെട്ട ട്രേഡിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മൂന്നാമത്തെ കാറ്റഗറി എന്നുള്ളത് സയൻസ് പഠിച്ച് 10ാം ക്ലാസ് 55% മാർക്കോടെ പാസ്സായതിനു ശേഷം 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആ ഫീൽഡിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇത് ഏതിലെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ 21 പോസ്റ്റുകളിലേക്ക് പറഞ്ഞിരിക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് COPA ആണ്. അപ്പോൾ COPA കഴിഞ്ഞവർക്കാണ് 21 പോസ്റ്റുകൾ. അവർക്ക് ഈ പറഞ്ഞ 3 കണ്ടീഷനിൽ ഏതായാലും അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാറ്റഗറി 7 പോസ്റ്റുകളാണ്. അതിലേക്ക് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ DTPO എന്നുള്ളതാണ്. ആ ട്രേഡിൽ പറഞ്ഞിരിക്കുന്ന ITA സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മൂന്നാമത്തെ 5 വേക്കൻസികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് എന്നുള്ള ട്രേഡിലുള്ള ITA ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതിയാവും. പിന്നെ അത് 2 പോസ്റ്റ് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്നുള്ള ട്രേഡിലേക്കാണ്. അടുത്ത 2 പോസ്റ്റുകൾ ഡ്രാഫ്റ്റ്സ്മാൻ ആർക്കിടെക്ചർ എന്ന പോസ്റ്റിലേക്കും, അതിനടുത്ത 2 പോസ്റ്റുകൾ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് എന്നുള്ളതാണ്. പിന്നെ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഒരു ഒഴിവ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 1, ലാബ് അസിസ്റ്റന്റ് ഇൻ കെമിക്കൽ പ്ലാന്റ് എന്നുള്ള ട്രേഡിൽ ഒരു ഒഴിവ്. ഇത്രയും വേക്കൻസികളുള്ള ആകെ 43 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST-കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സ്-സർവീസ്മെൻ കാൻഡിഡേറ്റ്സും അപേക്ഷാ ഫീസില്ല. ബാക്കി എല്ലാവരും 500 രൂപ അപേക്ഷാ ഫീസായിട്ട് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന കാര്യം മനസ്സിലാക്കുക. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ് അതേ വെബ്സൈറ്റ് തന്നെ ഉപയോഗിക്കാം. https:/www.csir.res.in അല്ലെങ്കിൽ https:/www.recruitment.csir.res.in ഈ 2 സൈറ്റിലും ഡീറ്റെയിൽസ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട്. അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 6 സ്റ്റെപ്പ് ഉണ്ട്. നേരത്തെ അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് പെർമനന്റ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം നമ്മൾ. പിന്നെ എഡ്യൂക്കേഷന്, എക്സ്പീരിയൻസ്, അതുപോലെ അഡീഷണൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. പിന്നെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് അത് കഴിഞ്ഞ ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് കഴിഞ്ഞാൽ അപേക്ഷ പൂർണ്ണമാകും. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷിക്കുക. സെപ്റ്റംബർ 17 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടി ഓർമ്മിക്കുക. താങ്ക് യു.